4 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു വേൾഡ് കപ്പിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ഇത്തവണ ആര് ലോകം ജയിക്കും? 2022 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന ഇപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് പടക്കും കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന അനലൈസുകളും പ്രഡിക്ഷനുകളും നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഹൃദയമിടിപ്പ് താളങ്ങളെ വരെ നിയന്ത്രിച്ച, ലോകം രോമാഞ്ചത്തോടെ നോക്കിക്കണ്ട ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്ന്, അർജന്റീനയും നെതർലാൻഡും കൊമ്പുകോർത്ത വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. മത്സരത്തിന് മുന്നേ തന്നെ വാദപ്രതിവാദങ്ങളും വെല്ലുവിളികളും എല്ലാം നടത്തിയ പോരാട്ടം. ഒടുക്കം ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക്. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം സാക്ഷിയായിരുന്നു. 2014 വേൾഡ് കപ്പ് ഓർമ്മകളുമായി ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് നടന്നു നീങ്ങുന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ നിന്ന് ആര് സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കും? ഇരു കോച്ചുമാരും പദ്ധതികളും ആവിഷ്കാരങ്ങളും എല്ലാം നടത്തി 90 മിനിറ്റിന്റെ കാത്തിരിപ്പ് തുടരുന്നു. മത്സരത്തിന്റെ 35-ാം മിനിറ്റ് ലിയണൽ മെസ്സിയുടെ കാലിൽ നിന്ന് ഒരു മാജിക് അസിസ്റ്റ് നൗഹേൽ മൊളീനയുടെ കാലിലേക്ക്. പന്തുമായി കുതിച്ച മൊളീന ഗോൾ വല ചലിപ്പിക്കുന്നു. ഡച്ച് താരങ്ങൾ അന്തം വിട്ടുപോയ നിമിഷം. ലിയോ മെസ്സിക്ക് എങ്ങനെയാണ് ആ താരത്തെ കാണാൻ സാധിച്ചത്? ഒരു സ്കാൻ പോലും ചെയ്യാതെ മെസ്സി മൊളീനയിലേക്ക് പന്ത് നീട്ടി നൽകുന്നു. വാൻ ഡിജിക്കിനെയും മറികടന്ന് നൗഹേൽ മൊളീന ഗോൾ വല ചലിപ്പിക്കുന്നു. മത്സരത്തിന്റെ 35 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും അർജന്റീന നെതർലാൻഡിനിൽ. പിന്നെ ഗോൾ പിറക്കുന്നത് രണ്ടാം പകുതിയുടെ 73-ാം മിനിറ്റിൽ. അക്യൂനയെ ബോക്സിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി. ഇതാ ലീഡെടുക്കാനുള്ള സുവർണ അവസരം. പെനാൽറ്റി എടുക്കുന്നത് ലിയണൽ മെസ്സിയാണ്. അക്യൂനയെ ഫൗൾ ചെയ്തതിന് അർജന്റീനക്ക് അനുകൂലമായി തന്നെ റഫറി പെനാൽറ്റി വിധിക്കുന്നു. അങ്ങനെ പെനാൽറ്റി കിക്ക് എടുക്കുന്ന ലിയോ മെസ്സിക്ക് പിഴക്കുന്നില്ല. ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ ലിയോ പന്തിനെ വലയിലാക്കുന്നു. മത്സരത്തിന് 75 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും അർജന്റീന 2 ഗോളിന്റെ വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു. ഏകദേശം അർജന്റീന സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു. പക്ഷേ അതിന് അധിക ആയുസ്സുണ്ടായിരുന്നില്ല. മത്സരത്തിന്റെ 83-ാം മിനിറ്റ് പകരക്കാരനായി കളത്തിലിറങ്ങിയ വെഗ്ഹോസ്റ്റ് അർജന്റീനയുടെ ഹൃദയം പൊട്ടിച്ചുകൊണ്ട് നെതർലാൻഡിനായി ആദ്യ ഗോൾ വല ചലിപ്പിക്കുന്നു. അർജന്റീന ആരാധകരാൽ തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമാകുന്നു. ടൈം ക്ലോക്കിൽ 90 മിനിറ്റും അവസാനിക്കുന്നു. റഫറി എക്സ്ട്രാ ടൈമായി നൽകിയത് 10 മിനിറ്റ്. മത്സരത്തിന്റെ 90 മിനിറ്റും ഏകദേശം 10 മിനിറ്റ് എക്സ്ട്രാ ടൈമും അവസാനിക്കാനാകുന്നു. ടൈം ക്ലോക്കിലെ സൂചികയിൽ ടൈം 100 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നെതർലാൻഡിന് അനുകൂലമായ ഫ്രീ കിക്കിന് അർജന്റീന വാൾ റെഡിയാക്കുന്നു. പക്ഷേ ഫ്രീ കിക്ക് നേരെ പോയി ചെന്നത് വെഗ്ഹോസ്റ്റിന്റെ കാലിലേക്ക്. മാർക്ക് ചെയ്യപ്പെടാതിരുന്ന വെഗ്ഹോസ്റ്റ് അർജന്റീന ഗോൾ വല ചലിപ്പിക്കുന്നു. ഇതാ മത്സരത്തിന്റെ അവസാന സെക്കൻഡിൽ അർജന്റീന കളി കൈവിട്ടിരിക്കുന്നു. നെതർലാൻഡ് 2 അർജന്റീന 2. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ നിശബ്ദരാകുന്നു. എന്താണ് സംഭവിച്ചത്? അവസാന 10 മിനിറ്റിലാണ് അർജന്റീന കളി കൈവിട്ടത്. മത്സരത്തിന് അവസാനിക്കാൻ ടൈം ക്ലോക്കിൽ സെക്കൻഡുകൾ മാത്രം അവശേഷിക്കെ അർജന്റീന കളി കൈവിട്ടിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം നിശബ്ദമാണ്. എക്സ്ട്രാ ടൈമും അവസാനിച്ച് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ഇനി വിധി നിർണ്ണയിക്കുക 10 പെനാൽറ്റി കിക്കുകൾ. ആരാകും ഇത്തവണ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുക? അങ്ങനെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടക്കുകയാണ്. ഭാഗ്യ പരീക്ഷണങ്ങളുടെ കഥയിൽ ഇത്തവണ ആരായിരിക്കും കരകയറുക? നെതർലാൻഡിൻ്റെയും അർജന്റീനയുടെയും ഓർമ്മകളിൽ 2014 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ കിക്കെടുക്കുന്നത് വിർജിൽ വാൻ ഡൈക്കാണ്. ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ്. റഫറിയുടെ വലതുഭാഗത്തോട്ട് ഒരു മുടുനീളം ഡൈവിലൂടെ എമിലിയാനോ വാൻ ഡൈക്കിൻ്റെ കിക്ക് തടഞ്ഞിടുന്നു. നെതർലാൻഡ് ആരാധകരുടെ നിശബ്ദവും അർജന്റീനൻ ആരാധകരുടെ ആർപ്പുവിളികളും മാത്രം സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അർജന്റീനക്കായി പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നത് നായകൻ ലിയോ മെസ്സി. കിക്ക് പിഴക്കുന്നില്ല. ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ വലയുടെ മധ്യത്തിലേക്ക് തന്നെ ലിയോ ഒരു ഗ്രൗണ്ടർ പായിക്കുന്നു. അർജന്റീന 1 നെതർലാൻഡ് 0. ഇനി അടുത്തതായി നെതർലാൻഡിനായി കിക്കെടുക്കാൻ വരുന്നത് ബെർഗ്ഹ്യൂസ് ആണ്. നിലവിൽ ഓൾറെഡി അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. ബെർഗ്ഹ്യൂസിന്റെ പെനാൽറ്റിയും എമിലിയാനോ തടഞ്ഞിടുന്നു. ഇത്തവണ തന്റെ ഇടതുഭാഗത്തേക്ക് ചാടി എമിലിയാനോ വീണ്ടും ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം ആരവങ്ങളാൽ ആർത്തു വിളിച്ചു. 2 പെനാൽറ്റി കിക്കുകൾ എമിലിയാനോ എന്ന താങ്കളുടെ ഗോൾ കീപ്പർ തടഞ്ഞിട്ടിരിക്കുന്നു. ഇനി അർജന്റീനക്കായി അടുത്ത പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നത് ലിയാൻഡ്രോ പെരഡസ് ആണ്. പെരഡസ് ഇതുകൂടി ഗോളാക്കിയാൽ അർജന്റീനക്ക് 2 പെനാൽറ്റിയുടെ കൃത്യമായ ലീഡ് എടുക്കാം. റഫറിയുടെ വിസിൽ. അങ്ങനെ ലിയാൻഡ്രോ പെരഡസ് പന്തിലേക്ക് ഓടിയെടുക്കുന്നു. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം ശ്വാസമടക്കി പിടിക്കുന്നു.
അങ്ങനെ പന്തിലേക്ക് പാഞ്ഞെത്തിയ ലിയാൻഡ്രോ പെരഡസിന്റെ ഷോട്ടും ഇത്തവണ ഗോൾ കീപ്പർക്ക് തടഞ്ഞിടാനായില്ല. ഒരു പവർഫുൾ ഷോട്ട് തന്നെ. അർജന്റീന 2 നെതർലാൻഡ് 0. ഓടിയെത്തിയ ലിയാൻഡ്രോ പെരഡസ് അർജന്റീൻ ഗോൾ കീപ്പറെ കെട്ടിപ്പിടിക്കുന്നു. തിങ്ങി നിറഞ്ഞ അർജന്റീനൻ ആരാധകരുടെ ആരവങ്ങൾ മാത്രമേ ഗ്രൗണ്ടിൽ കേൾക്കുന്നുള്ളൂ. ഇനി നെതർലാൻഡിന് തിരിച്ചു വരണമെങ്കിൽ അർജന്റീന 2 കിക്കുകൾ പാഴാക്കണം. അല്ലെങ്കിൽ നെതർലാൻഡ് ഗോൾ കീപ്പർ 2 പെനാൽറ്റി കിക്കുകൾ തടഞ്ഞിടണം. നെതർലാൻഡിനായി അടുത്ത പെനാൽറ്റി എടുക്കാൻ വരുന്നത് കുപ്മേനിയസ് ആണ്. ഈ പെനാൽറ്റി കൂടി അർജന്റീൻ ഗോൾ കീപ്പർ തടഞ്ഞിട്ടാൽ അർജന്റീനയ്ക്ക് ഏകദേശ വിജയം ഉറപ്പാകും. അങ്ങനെ കുപ്മേനിയന്റെ പെനാൽറ്റി. പക്ഷേ ഇത്തവണ എമിലിയാനോക്ക് ഒരവസരവും നൽകാതെ പന്തിനെ ഇടം മൂലയിൽ കുപ്മേനിയസ് നിക്ഷേപിക്കുന്നു. അടുത്തതായി അർജന്റീനക്കായി പെനാൽറ്റി എടുക്കാനെത്തുന്നത് ഗോൺസലോ മോണ്ടിയലാണ്. നിലവിൽ 2-1 സ്കോർ. 3 പെനാൽറ്റി എടുത്ത നെതർലാൻഡ് 1 ഗോൾ സ്കോർ ചെയ്തപ്പോൾ അർജന്റീന 2 സ്കോർ ചെയ്തു. 3-ാം പെനാൽറ്റി കിക്ക് എടുക്കാനായി വരുന്നത് അർജന്റീനയുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഗോൺസലോ മോണ്ടിയലാണ്. റഫറിയുടെ വിസിൽ. പന്തിലേക്ക് പാഞ്ഞെത്തിയ ഗോൺസലോ മോണ്ടിയലിനും പിഴക്കുന്നില്ല. ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പന്തിനെ ഇടത് മൂലയിൽ നിക്ഷേപിച്ചുകൊണ്ട് ഗോൺസലോ മോണ്ടിയൽ അർജന്റീനൻ ആരവങ്ങൾക്ക് അക്കം കൂട്ടുന്നു. ലോകത്താകമാനമുള്ള അർജന്റീനൻ ആരാധകർ ആർത്തുല്ലസിക്കുന്നു. ഇത് അർജന്റീന മറ്റൊരു വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നതിന്റെ തൊട്ടരികിലാണ്. ഇനി നെതർലാൻഡിനായി പെനാൽറ്റി കിക്ക് എടുക്കുന്നത് നെതർലാൻഡിനെ കളിയിലേട്ട് തിരിച്ചു കൊണ്ടുവന്ന വെർക്ക് ഹോസ്റ്റ് ആണ്. അങ്ങനെ റഫറിയുടെ വിസിൽ. 2 ഗോളുകൾ നേടിയ വെർക്ക് ഹോസ്റ്റിന്റെ പെനാൽറ്റി എമിക്ക് തടയാനാകുമോ? വെർക്ക് ഹോസ്റ്റ് പാഞ്ഞെടുക്കുന്നു. പക്ഷേ എമിലിയാനോക്ക് അവസരം നൽകാതെ പന്തിനെ വലം മൂലയിൽ നിക്ഷേപിച്ചുകൊണ്ട് വെർക്ക് ഹോസ്റ്റ് നെതർലാൻഡ് ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കുന്നു. ഹൃദയമിടിപ്പ് താളത്തെ നിയന്ത്രിച്ച മത്സരത്തോടൊപ്പം അതിലും ഭീകരമായ മറ്റൊരു പെനാൽറ്റി ഷൂട്ടൌട്ട്. അങ്ങനെ അർജന്റീനക്കായി തങ്ങളുടെ 4-ാം കിക്ക് എടുക്കാൻ വരുന്നത് എൻസോ ഫെർണാണ്ടസ് ആണ്. എൻസോ ഫെർണാണ്ടസ് ഇത് ഗോളാക്കുകയാണെങ്കിൽ അർജന്റീന വിജയം ഉറപ്പിക്കാം. വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം. അങ്ങനെ എൻസോ ഫെർണാണ്ടസിന്റെ പെനാൽറ്റിയും അർജന്റീൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ശ്വാസമടക്കി പിടിച്ച് എൻസോയുടെ പെനാൽറ്റിക്കായി ലോകം കാത്തു. എൻസോ ഗോളാക്കിയാൽ അർജന്റീന വേൾഡ് കപ്പിലെ മറ്റൊരു സെമി ഫൈനൽ കൂടി കളിക്കും. അങ്ങനെ റഫറിയുടെ വിസിൽ. ലോകം എൻസോയുടെ കാലിലേക്ക് സൂക്ഷ്മതയോടെ നോക്കി. അങ്ങനെ എൻസോ ആദ്യ സ്റ്റെപ്പ് എടുത്തു വെച്ച് പെനാൽറ്റി സ്പോട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. ഇല്ല, എൻസോയുടെ പെനാൽറ്റി മിസ്സായിരിക്കുന്നു. നെതർലാൻഡ് ആരാധകരുടെ ആർപ്പുവിളികൾ കേൾക്കാം. അർജന്റീന ആരാധകർ നിശബ്ദരാകുന്നു. ഗോളടിച്ചാൽ സെമി ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കുമായിരുന്ന എൻസോയുടെ ആ പെനാൽറ്റി കിക്ക് ഇതാ നഷ്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നെതർലാൻഡിന്റെ കിക്ക് തടഞ്ഞാലും അർജന്റീനക്ക് വേൾഡ് കപ്പിലേക്ക് സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം. പെനാൽറ്റിക്കായി വരുന്നത് ലുക്കി ഡിയോങ് ആണ്. 2 പെനാൽറ്റികൾ തടഞ്ഞിട്ട ദിബു മാർട്ടിനസിന് ഈ പെനാൽറ്റി തടയാനാകുമോ? റഫറിയുടെ വിസിൽ. ലുക്കി ഡിയോങ്ങിന് ഗോളടിക്കാനാകുമോ? ഗോളടിച്ചാൽ തൽക്കാലം വീണ്ടും നെതർലാൻഡിന് ആശ്വസിക്കാം. അങ്ങനെ ലുക്കി ഡിയോങ്ങിന്റെ പെനാൽറ്റിയും എമിക്ക് തടയാനാകുന്നില്ല. നെതർലാൻഡും അർജന്റീനയും ഒപ്പത്തിനൊപ്പം. ബാക്കി അർജന്റീനക്ക് ഒരൊറ്റ സ്പോട്ട് കിക്ക് മാത്രം. ഈ കിക്ക് അർജന്റീന ലക്ഷ്യത്തിലെത്തിച്ചാൽ അർജന്റീന വിജയികളാകും. നിലവിൽ 5 കിക്കുകളിൽ 3 നെതർലാൻഡ് ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ 4 കിക്കുകളിൽ അർജന്റീന 3 ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുന്നു. അർജന്റീനക്കായി അവസാന പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നത് ലൗതാരോ മാർട്ടിനസ് ആണ്. അർജന്റീനയുടെ വിശ്വസ്തനായ മുന്നേറ്റ നിരക്കാരൻ. ഈ പെനാൽറ്റി എങ്ങാനും പുറത്തായാൽ വീണ്ടും മത്സരം സമനിലയിലേക്ക് കലാക്ഷിക്കും. അല്ലാതെ സൂപ്പർ താരം ലൗതാരോ ഗോളാക്കിയാൽ അർജന്റീന സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കും. ലോകം ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക് കണ്ണും നട്ടു കാത്തിരുന്നു. റഫറിയുടെ വിസിൽ. ദീർഘശ്വാസമെടുത്ത് ലൗതാരോ പന്തിലേക്ക് നീങ്ങുന്നു. ഫുട്ബോൾ ലോകം ലൗതാരോയിലേക്ക് മാത്രം. ഇതാ അർജന്റീൻ താരം ലൗതാരോ ഗോൾ വല ചലിപ്പിച്ചിരിക്കുന്നു. അർജന്റീന 4 നെതർലാൻഡ് 3. ഇതാ വീറും വാശി നിറഞ്ഞ തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയത്തിലെ ആ വീറുറ്റ പോരാട്ടത്തിനൊടുക്കം അർജന്റീനക്കാർ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. 120 മിനിറ്റുകൾക്കും അപ്പുറമുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട പോരാട്ടത്തിനൊടുക്കം അർജന്റീന വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക്. 2 ഗോളിന് മുന്നിൽ നിന്ന് അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് വെർക്ക്ഹോസ്റ്റിന്റെ തകർപ്പൻ ഗോളിലൂടെ തിരിച്ചു വന്ന നെതർലാൻഡിന്റെ ഉജ്ജ്വല തിരിച്ചുവരവ്. അതിനൊടുക്കം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അവരെ കാത്തിരുന്നത് എമിലിയാനോയായിരുന്നു. എമിലിയാനോയുടെ മാരകമായ 2 പെനാൽറ്റി സേവുകൾ കണ്ട പോരാട്ടത്തിനൊടുക്കം അർജന്റീന വിജയികളാകുന്നു.